അപ്പൊ ഫാദർ വിപിൻ ആൻഡ് ഫാദർ വിനിൽ അല്ലേ? കറക്റ്റ് അല്ലേ? വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ആൻഡ് മെരി ക്രിസ്മസ്. താങ്ക് യു. ഒരുപാട് സന്തോഷം രണ്ടുപേരുടെയും സമയം കണ്ടെത്തി നമ്മുടെ ഈ ഫ്ലോറിൽ വന്ന് ഞങ്ങൾക്ക് ഇത്ര നല്ല അടിപൊളി 2 പാട്ട് പാടി തന്നതിന് താങ്ക് യു സോ മച്ച്. ഞാനിവിടെ ഇൻട്രോ പറഞ്ഞപ്പോ ഒരു ഡൗട്ട് ആയിരുന്നു, ഈ 2 പേര് ബ്രദേഴ്സ് ഫാദർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഒരു കുടുംബത്തിൽ നിന്നും 2? ഞങ്ങള് 3 ആൺമക്കളാണ്. 3 ആൺമക്കളാണ്. ആരാ മൂത്ത? ഞാനാണ് ബ്രദർ. ഞങ്ങള് 3 വയസ്സ് വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇളയതാണോ ഉള്ളത്? ഇളയൊരാളുണ്ട്. നന്നായിട്ട് പാടി. എന്തായാലും രണ്ടുപേരും അടിപൊളിയായിരുന്നു. നിങ്ങളെയാണ് ബ്രദേഴ്സ് തമ്മിൽ അടി ഇടി ബഹളം? ഞങ്ങള് ശരിക്കും പറയുവാണെങ്കിൽ അച്ഛനായിട്ട് ഞാനാകുന്നു, അനിയനെ പട്ടം ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ തിരുപ്പട്ടം എന്ന് പറഞ്ഞു, ഓർഡിനേഷൻ പറഞ്ഞ ഒരുമിച്ചായിരുന്നു ഞങ്ങള്. അതിനുശേഷം ശരിക്കും ഞങ്ങള് പാട്ടൊന്നും അങ്ങനെ പാടാറില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം പറയുവാണെങ്കിൽ പട്ടം കഴിയുമ്പോഴൊക്കെയാണ് അത്യാവശ്യമൊക്കെ കുർബാന ചൊല്ലണം, കുർബാനയിലെ പാട്ട് പാടും. അപ്പൊ പാട്ടൊക്കെ പാടുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒക്കെ നല്ല കറക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. ആ പാട്ടിന്റെ എന്റെ അന്നാപ്പസൊക്കെ ഞങ്ങൾ പാടുന്ന ആ പാട്ടൊക്കെ പാടുമ്പോൾ ഓരോരുത്തരും അപ്പൊ നമുക്ക് കൂടുതലതൊരു ആ ഒരു ഫീൽഡിലേക്ക് വന്നു തുടങ്ങി. പിന്നെ ഞങ്ങൾ 1-2 പാട്ടുകളൊക്കെ ഇങ്ങനെ പാടിയത്, ചങ്കാണെന്ന് പറഞ്ഞ പാട്ടുകൾ, കാൽവരിക്കുന്നിലൊക്കെ പാട്ടൊക്കെ കുറച്ചുപേര് പറഞ്ഞു നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ താളം തെറ്റാ പാടുന്നുണ്ട്, വലിയ അങ്ങനെ കുറച്ച് പാട്ടുകൾ പാടുന്നതൊക്കെ ഒരുമിച്ചാ പാടിയേക്കണം. അങ്ങനെ ഒത്തിരി സന്തോഷമുണ്ട്. കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ കുറച്ച് ആൽബങ്ങളൊക്കെ എപ്പോഴാ പഠിച്ചു തുടങ്ങിയ പാട്ട്? 2 പേരും പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല. ഓ, പാട്ട് പഠിച്ചിട്ടില്ല. ഇനി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? പഠിക്കണം. ഞാനൊരു പള്ളി വികാരിയാണ്. സെന്റ് ജോസഫ് ചർച്ച് നോർത്ത് പാണാവളി എന്ന് പറഞ്ഞ പള്ളി വികാരിയാണ്. ഒപ്പം ഞാനൊരു സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. ഒരു എയ്ഡഡ് സ്കൂള്, സെന്റ് തെരേസസ് ഹൈസ്കൂൾ, മണപ്പുറം ഹൈസ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ നമുക്കറിയാലോ, അത് കാരണം 2 കൂടി വരാൻ നേരത്ത് ശരിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഫീൽഡ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അധ്യാപകനും അതുപോലെ തന്നെ ഒരു പ്രീസ്റ്റ്, ഒരു വികാരൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിനിടയ്ക്കുള്ള ടൈം പക്ഷെ ഒരു ബ്രേക്ക് എടുത്ത് പഠിക്കും ഞാൻ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഞാനൊരു സ്കൂളിലാണ്, കറുകുറ്റി അടുത്ത് സെന്റ് സേവീസ് പബ്ലിക് സ്കൂൾ, പീച്ചാനക്കാട്, അവിടെ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്ക് പാട്ട് പാടുന്ന അച്ഛൻ പിന്നെ അവർക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു 5 മിനിറ്റൊക്കെ സമയം അവരിങ്ങനെ ചോദിച്ചു വയ്ക്കും. എന്നുവെച്ചാൽ അവസാനം 5 മിനിറ്റ് ചെറിയൊരു പാട്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കും, ക്ലാസ്സൊക്കെ അവർ ശ്രദ്ധിക്കും. ആ ഒരു ഓപ്ഷൻ നമുക്ക് തരും. 5 മിനിറ്റ് ലാസ്റ്റ് കുറച്ച് പാട്ട് പാടി തന്നാൽ കാലം മാറിയല്ലോ. അല്ല, 2 പേരും ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ള സമയമൊക്കെ എങ്ങനെയാ കണ്ടെത്തുന്നത്? വീഡിയോസ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് കുറച്ച് വർഷം, ഞാൻ ഈ പള്ളി വികാരിയായിരിക്കുന്ന പള്ളിയിൽ ഒരു 6-7 വർഷമായി. അവിടെ ഒരു ഗാനമേള വന്നായിരുന്നു. ഗാനമേള വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ഇതിനകത്തൊരു പാട്ട് ഒരു വികാരം രീതിയിൽ ഞാനൊരു പാട്ട് പാടിയത്. അത് ഇങ്ങനെ കണ്ണാനെ കണ്ണെന്നൊരു പാട്ടായിരുന്നു. അത് കുറച്ച് ആ സമയങ്ങളിൽ ഇച്ചിരി ഇങ്ങനെ കുറച്ച് വൈറലൊക്കെ ആവുകയായിരുന്നു.